ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഉഴുന്നൊക്കെ അരച്ചിട്ടുള്ള ആ ഒരു ഊത്തപ്പല്ല കേട്ടോ. നമ്മുടെ സൽക്കാരങ്ങളിലൊക്കെ കാണുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു ഊത്തപ്പം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഇത് കറികളൊന്നും കൂടാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊത്തപ്പമാണ്. അപ്പോൾ ഇത് സൽക്കാരങ്ങളിൽ മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് അരി നന്നായിട്ട് കുതിർത്തതിന് ശേഷം കഴുകി അതിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു ജീരകശാല റൈസ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു അരി. അപ്പോൾ ഈ ഒരു 250 ml കപ്പിൽ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അരി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ട്രിപ്പായിട്ടാണ് ഈ ഒരു അരി അരച്ചെടുക്കുന്നത്. അതിനുവേണ്ടി പകുതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒട്ടും തരികളില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള അരി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൊത്തം അരിക്ക് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേ ജാറിലേക്ക് തന്നെ ബാക്കിയുള്ള അരി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവൻ അരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നേരത്തെ പോലെ തന്നെ നന്നായിട്ട് ഒട്ടും തരികളില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ മൊത്തം അരി അരച്ചെടുക്കാൻ വേണ്ടി 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നന്നായിട്ട് ഒരു തവി വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. കാരണം നമ്മൾ ഇത് ഒരു ട്രിപ്പ് അരി അരച്ചെടുക്കുമ്പോൾ മാത്രമാണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഈസ്റ്റൊക്കെ എല്ലായിടെ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു പാത്രം അടച്ചു വെച്ച് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരുള്ളൂ. ഇനി നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ കൊണ്ട് പൊങ്ങി വരും. ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടുകൂടെ തന്നെ ഒരല്പം മല്ലിച്ചപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള ആ ഒരു അരി നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 1.5 മണിക്കൂർ മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു തണുപ്പുള്ള സമയമാണിത്. ഈ ഒരു തണുപ്പുള്ള സമയത്തും ഇത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് പൊങ്ങി കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഒരു ദോശത്തവ ഞാനിവിടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു തവ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു തവി മാവ് ഞാനിതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കട്ടിയിലാണ് ഞാനിതിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരല്പസമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഊത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട ശേഷം അപ്പോൾ തന്നെ ഇതൊന്ന് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പം ബാക്കിയുള്ള ഊത്തപ്പം എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പം നല്ല തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെയുള്ള മാവുകളൊക്കെ അരച്ച് പൊങ്ങാൻ വേണ്ടി വെക്കുമ്പോൾ പൊങ്ങി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഓവണൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഓവണ് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ ഒരു ഓവണിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് പൊങ്ങിക്കിട്ടും. ഇനി ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ വലിയൊരു പാത്രത്തിൽ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുക. ആ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. മാവ് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാത്രവും വലിയ പാത്രവും 2 പാത്രവും വെവ്വേറെ ലിഡ് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഊത്തപ്പം എല്ലാം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഊത്തപ്പം കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഊത്തപ്പമാണ് ഇത്. അപ്പോൾ സൽക്കാരങ്ങളിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഊത്തപ്പമാണ്. അപ്പോൾ ഈ ഒരു ഊത്തപ്പം കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല. എങ്കിലും വെജിറ്റബിൾ കുറുമയോ അല്ലെങ്കിൽ ചിക്കൻ കുറുമയോ മട്ടൻ കുറുമയോ ബീഫ് കുറുമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ കുറുമ മാത്രമല്ല, നല്ല അടിപൊളി കുരുമുളകൊക്കെ ഇട്ട നല്ല പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ എളുപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാത്രി തന്നെ മാവ് അരച്ച് വെക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇവിടെ ഒട്ടും മുളക് പൊടി ചേർക്കാതെ കുരുമുളക് പൊടി മാത്രം ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ കൂടെയാണ് ഈ ഒരു ഊത്തപ്പം സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.